കൂട്ടുകാരെ നമസ്കാരം. കടായി പനീറാണ് ഇന്നത്തെ വീഡിയോ. റെസ്റ്റോറൻറ്റുകളിൽ ലഭിക്കുന്ന കടായി പനീർ അതേ ടേസ്റ്റോടു കൂടി വളരെ എളുപ്പം എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് ഈ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കടായി പനീർ തയ്യാറാക്കുവാനായി ഒരു പാത്രം എടുത്തു. പാത്രം ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണക്കിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് പനീർ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് റോസ്റ്റ് ചെയ്യുവാനായിട്ട്. തീ കൂടുതൽ വെച്ചാൽ പനീർ വേഗം കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. 100 ഗ്രാം പനീറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പനീർ തിരിച്ചിട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്യാം. പനീറിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ റോസ്റ്റായി വരത്തക്ക വിധത്തിൽ വേണം ചെയ്യുവാനായിട്ട്. ഇപ്പോൾ പനീർ മീഡിയം ലെവലിൽ റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയം തന്നെ ഈ പാത്രത്തിൽ നിന്നും ഈ പനീർ മാറ്റുകയാണ്. പനീറെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചു. ഇനി ആ നെയ്യിലേക്ക് തന്നെ സവാള ഇട്ട് കൊടുക്കുകയാണ്. ഒരു സവാള കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച ഒരു ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോളയും ക്യാപ്സിക്കവും വാടിക്കിട്ടിട്ടുണ്ട്. ഈ സമയം ഇതും ഈ പാത്രത്തിൽ നിന്നും മാറ്റിയെടുക്കുകയാണ്. വീണ്ടും ഈ പാത്രത്തിലേക്ക് 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓയിൽ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർക്കുന്നു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി സ്ലൈസ് ചെയ്തത് ചേർക്കുന്നു. ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, അതും ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മീഡിയം ലെവലിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി പഴം മിക്സി ഉപയോഗിച്ച് നന്നായി പേസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഇത് റോസ്റ്റ് ചെയ്യാം. കടായിൽ തയ്യാറാക്കേണ്ട ഭക്ഷണമായതുകൊണ്ടാണ് ഇതിന് കടായി പനീർ എന്ന് പേര് പറയുന്നത്. കടായി എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ചട്ടിയാണ്. എനിക്ക് അതില്ലാത്തത് കൊണ്ടാണ് ഈ പാത്രത്തിൽ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഈ തക്കാളി നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, കടായി പനീറിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി 1/2 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നന്നായി ഉടച്ച തൈരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കാം. പുളി തീരെ ഇല്ലാത്ത തൈരാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. ഈ മസാലയുടെ എല്ലാം ആ ഒരു പച്ചമണം മാറുവാനായിട്ട് കുറച്ച് നേരം ഒന്ന് ബോയിൽ ചെയ്യാം. ഏകദേശം 1 മിനിറ്റോളം സമയം ബോയിൽ ചെയ്തു. ചെറുതായി എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയം നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും ക്യാപ്സിക്കവും ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്യാണ്. മസാല ടേസ്റ്റ് ചെയ്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരല്പം കസൂരി മേത്തി കൈകൊണ്ട് ഇതുപോലെ ഞെരടി ഇതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കൊടുക്കുന്നു. നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുന്നു. വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കടായി പനീർ റെഡിയായി കഴിഞ്ഞു. റെസ്റ്റോറൻറ്റുകളിൽ ലഭിക്കുന്ന അതേ ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ ഈ കടായി പനീർ തയ്യാറാക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ഓർപ്പിക്കുന്നു. ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.